ഇത് 100-350. ഇതൊരു നല്ല ബൈക്കാണ്, പക്ഷെ ഒരു കംപ്ലീറ്റ് ഒരു ബൈക്കല്ല. ഇതിന് കുറച്ച് കുറവുകളും കാര്യങ്ങളും ഉണ്ട്. മെയിൻ കുറവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ അത്ര പോരാ. അപ്പം ഞാൻ ഇതിൻ്റെ സസ്പെൻഷന് എന്തൊക്കെ ചേഞ്ചസാണ് വരുത്തിയതെന്നുള്ളത് കാണിച്ചു തരാം. ആ സസ്പെൻഷൻസ് ചേഞ്ച് വരുത്തിയത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടെന്നുള്ളതും കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിൻ്റെ ഞാൻ ചെയ്തിരിക്കുന്ന സസ്പെൻഷൻ്റെ കുറച്ച് ഷോർട്സിലോട്ട് പോവാം. ഇതാണ് നമ്മൾ പറഞ്ഞ സസ്പെൻഷൻ. ഇതൊരു എക്സാക്റ്റ് ഫിറ്റ് അല്ല. ഇതിൻ്റെ മേളിൽ ഒരു വാഷർ, രണ്ട് സൈഡിലും 2 വാഷർ വെച്ചിടണം. അങ്ങനെ മേളിലും താഴെയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന 2 പോയിൻറ്റ്സ് 2 വാഷർ വെച്ചിട്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. പക്ഷേ ആ വാഷർ ഇട്ട് കഴിയുമ്പം എക്സാക്റ്റ് ഫിറ്റാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ ലെന്താണ്. ലെന്ത് എക്സാക്റ്റ്ലി എന്ന് തന്നെ പറയാം. ഒരു കൂടിപ്പോയാലൊരു 1 or 2 മില്ലിമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. 1 or 2 മില്ലിമീറ്റർ എന്ന് പറയുന്നത് കൺസിഡർ പോലും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പം ഈ കറക്റ്റ് ലെന്ത് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് വേറെ ഈ ഇൻബിൽഡായിട്ട് വരുന്ന സസ്പെൻഷനുമായിട്ട് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. നൈട്രോസ് ഗ്യാസിൻ്റെ സിലിണ്ടർ വേറെ ബൈക്കിലോട്ട് മൗണ്ട് ചെയ്തിരിക്കുന്ന പാർട്സ് ഒന്നും ആയിട്ട് ടച്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ താഴെലോട്ടൊന്നും തിരിച്ചു വെച്ചൊന്നും വെക്കേണ്ട കാര്യമില്ല. നമുക്ക് നേരെ തന്നെ വെച്ച് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ കോസ്റ്റ് കട്ട് ചെയ്യാനാവും ഇവർ സസ്പെൻഷൻ ഇങ്ങനെ ചെയ്തു വെച്ചിരുന്നത്. എന്തായാലും പൾസറിൻ്റെ 220F എന്ന് പറഞ്ഞ ബൈക്കിൻ്റെ സസ്പെൻഷൻ ഇതിൻ്റെ വെയിറ്റ് ഓൾമോസ്റ്റ് സിമിലറായിട്ട് മാനേജ് ചെയ്യും. കൂടാതെ നൈട്രജൻ ഗ്യാസ് ഫിൽഡ് സസ്പെൻഷൻ ആയതുകൊണ്ട് നല്ല എഫിഷ്യൻസിയുമാണ്. വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് എനിക്ക് കാണാൻ പറ്റിയതല്ല, ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. അപ്പം പലരും ഇതിൻ്റെ ഈ ഹണ്ടർ വാങ്ങിച്ചതിന് ശേഷം ഇതിൻ്റെ എനിക്ക് നടുവ് വേദനിക്കുന്നു, അല്ലെ ബാക്ക് വശം വേദനിക്കുന്നു, ലോങ് റൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നൊക്കെ പലരും കംപ്ലൈൻറ്റ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പലരും അപ്പാച്ചിയുടെയും പിന്നെ വേറെ ഈ റോയൽ എൻഫീൽഡിൽ തന്നെ വേറെ നൈട്രജൻ ഫില്ലിംഗ് ഉള്ള ബൈക്സിൻ്റെ സസ്പെൻഷൻസ് ഉണ്ട്. അതൊക്കെ ഇട്ട് അത് കറക്റ്റ് സെറ്റാകാതെ വന്നിട്ടുണ്ട്. ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെന്തിൻ്റെ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ മറ്റേ വാഷർ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ, മെയിൻലി ലെന്തിൻ്റെ ഡിസ്റ്റൻസാണ്. അല്ലെങ്കിൽ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ കൂടുതൽ താന്നു പോയാലും ഇതിൻ്റെ അകത്ത് ചെയിൻ വലിയുകയും ഗിയറിൻ്റെ അകത്ത് ഒരു പിടുത്തം വരികയും ചെയ്യും. അപ്പോൾ അത് കുറേ ഇഷ്യൂസിന് കാരണമാകും. നിങ്ങൾക്കും 100ൻ്റെ ബൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അല്ല ഇനി 100ൻ്റെ ബൈക്ക് എടുക്കാനിരിക്കുന്നവർക്കും എടുത്തിട്ട് ഇങ്ങനെ ഒരു ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഒരു 3000 രൂപ അത്രയും കണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, എന്നാലും 3000 കൂടുതലാകത്തില്ല. 3000 പിന്നെ അതിൻ്റെ ലേബറും എല്ലാം കൂടെ ചേർത്ത് ചെറിയ എമൗണ്ട് വരത്തുള്ളൂ. പിന്നെ ഒരു 3-4 വാഷർ മേടിക്കണം. ആ വാഷറിൻ്റെ വലിപ്പവും സസ്പെൻഷൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഡീറ്റെയിൽസിൽ ഞാൻ ഇട്ട് വെക്കാം. നിങ്ങളത് നോക്കിയാൽ മതി. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ സസ്പെൻഷൻ. ഇത് കണ്ടോ, സെയിം ഇതിൻ്റെ ലെന്ത് കണ്ടോ. ഇത് എൻഫീൽഡിൻ്റെ ഈ 100-350യുടെ കൂടെ വരുന്ന സസ്പെൻഷനാണ്. ഇതിൻ്റെ ഇത് കണ്ടോ, എക്സാക്റ്റ് സെയിം ലെന്ത്, ഒരു ഇതുമില്ല. പിന്നെ ഇതിൻ്റെ ലോഡ് കപ്പാസിറ്റിയും ഓൾമോസ്റ്റ് സിമിലറാണ്. എങ്ങാണ്ട് ഒരു 10 കിലോയോ 5 കിലോ എങ്ങാണ്ടൊക്കെ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും ഓക്കെയാണ്. ഈ 2 കോമ്പിനേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. ഇത് കണ്ടമാനം റിസർച്ച് ചെയ്താണ് ഇതിൻ്റെ ലോഡ് കപ്പാസിറ്റിയും ടെൻഷനും പിന്നെ ലെന്തും ഒക്കെ നോക്കിയിട്ടാണ് ഈ 220Fൻ്റെ ഈ സസ്പെൻഷനിലോട്ട് നൈട്രോ സസ്പെൻഷനിലോട്ട് ഫിൽട്ടർ ചെയ്തെത്തിയത്. അപ്പം ഇത് റീപ്ലേസ് ചെയ്തിട്ട് നൈട്രോസിൻ്റെ വെക്കുവാണ്. നൈട്രോസിൻ്റെ ഇത് കണ്ടോ എൻ്റെ സിലിണ്ടർ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെൻ്റാണ് സസ്പെൻഷനിൽ വന്നിരിക്കുന്നത്. ഈ ബൈക്കിൻ്റെ വളരെയധികം വേറെ വിശേഷങ്ങളായി വേറൊരു വീഡിയോ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.